താൻ വായിച്ച നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആവശ്യം തള്ളി നിയമസഭ. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിന്റെ കരട് നൽകുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കുകയാണ് കീഴ്വഴക്കം. എന്നാൽ ഗവർണർ അങ്ങനെ ചെയ്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കുകയാണ് കീഴ്വഴക്കമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ഗവർണർമാരായിരുന്ന ജ്യോതി വെങ്കടാചലത്തിൻ്റെയും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും പ്രസംഗങ്ങളിലെ സഭയിൽ വായിച്ച ഭാഗങ്ങൾ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ അന്നൊക്കെ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗം അതേപടി നിയമസഭാ രേഖകളിൽ ചേർക്കുന്ന കീഴ്വഴക്കമാണ് നാം പിന്തുടർന്നു വന്നിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയും കോടതി വിധികളും അനുശാസിക്കുന്നതും അതുതന്നെയാണ്. ഇതേ രീതി തന്നെയാണ് പാർലമെൻറ്റിലും ഇതര സംസ്ഥാന നിയമസഭകളിലും സ്വീകരിച്ചു വരുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ആയതിനാൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭയെ അറിയിക്കുകയാണ്. ഗവർണർ വായിച്ച നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആവശ്യം നിയമസഭ തള്ളിയിരിക്കുകയാണ്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിന്റെ കരട് നൽകുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കുകയാണ് കീഴ്വഴക്കമെന്നും എന്നാൽ ഗവർണർ അങ്ങനെ ചെയ്തില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കുകയാണ് കീഴ്വഴക്കമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.